ഹലോ ഗായ്സ്, തേജാസ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കളിക്കാൻ പോകുന്നില്ലേ, നമ്മൾ ടോപ്പ് 3 മൾട്ടിപ്ലെയർ ഗെയിംസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റികളുണ്ട്. ഈ ടോപ്പ് 3 ഗെയിംസിനകത്ത് ഒരു ഗെയിം നിങ്ങൾക്ക് എന്തായാലും ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിലൂടെ കളിക്കാൻ പറ്റും. ഗെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കളിച്ച പോലെ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സിലൂടെ കളിക്കാൻ സാധിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. ഞാൻ ഒരു മൊബൈൽ എടുക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മൊബൈൽ എടുത്ത ശേഷം എല്ലാ ഗെയിം പ്ലേസും ഞാൻ ഇടുന്നതായിരിക്കും. അതുവരെ ഞാൻ ടോപ്പ് 3 ഗെയിംസ് ആയിരിക്കും ഇടുന്നത്. ടോപ്പ് 3 ഗെയിംസ് എന്ന് പറഞ്ഞാൽ നിർത്തത്തൊന്നുമില്ല. ടോപ്പ് 3 ഗെയിംസ് അല്ലെങ്കിൽ ടോപ്പ് 5 ഗെയിംസ് ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ടോപ്പ് 3 ഷൂട്ടിംഗ് ഗെയിംസ് കഴിഞ്ഞു, ടോപ്പ് 3 സർവൈവൽ ഗെയിംസ് കഴിഞ്ഞു, ടോപ്പ് മൾട്ടിപ്ലെയർ ഗെയിംസ് ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ആദ്യ ഗെയിമിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗെയിമിൻ്റെ പേരാണ് സോസേജ് മാൻ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. 1 GB സൈസ് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് വരുന്ന ഒരു കിഡ്ലൻ ഗെയിം തന്നെയാണ്. ഇത് ലോ ആൻഡ് ഡിവൈസിലൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കളിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ നല്ലൊരു ബാറ്റ് റോയിങ് ഗെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെയൊക്കെ കളിക്കാൻ സാധിക്കും. പബ്ജി, ഫ്രീ ഫയർ ഒന്നും ചില ലോ ആൻഡ് ഡിവൈസുകളൊന്നും കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഗെയിം വരുന്നത്. ഞാൻ 2G റാമി കളിച്ചതുമാണ്. ഇതിൻ്റെ വീഡിയോ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇട്ടിട്ടുണ്ട് ഗെയിം. ഓക്കെ, അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതും കൂടെ പോയി കണ്ടു നോക്കുക. ഇത് കിഡിലെന്ന് വെച്ചാൽ വളരെ കിഡിലായിട്ടുള്ളൊരു കിഡിലൻ ഗെയിമാണ്. ഇത് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് നമ്മൾ നോക്ക് ഡൗൺ ഒക്കെ ചെയ്യാൻ നേരത്തെ കരഞ്ഞോണ്ടൊക്കെയാണ് പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ രണ്ടാമത്തെ ഗെയിമിൻ്റെ പേരാണ് ജസ്റ്റിസ് റൈവൽസ് 3 എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് കളിക്കാൻ സാധിക്കും. അതുപോലെ 121 MB ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്ന നേരത്ത്. ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലോ ആൻഡ് ഡിവൈസിലൊക്കെ പക്ക സ്മൂത്തിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ കള്ളന്മാരാണ്. ഓരോ സാധനങ്ങൾ നമ്മൾ കക്കാനായിട്ട് പോകണം. നിങ്ങൾക്ക് എൻ്റെ ഗെയിം പ്ലേയിലൊക്കെ കാണാം. നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ടൊക്കെ പോയി അടിച്ച് തറയിലൊക്കെ വീഴുന്നുണ്ട്. അപ്പം ഒരു പെട്രോൾ പമ്പ് ഞാൻ റോബർ ചെയ്യാൻ പോകണം കേസ്. ഇത് എൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പം എന്തായാലും നിങ്ങൾ കളിച്ചോണം. ഞാൻ എൻ്റെ 2G റാം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ ഗെയിം തന്നെയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേസ്. നിങ്ങൾ ഒരിക്കലും മടുക്കത്തില്ല ഈ ഒരു ഗെയിം. അത് സൂപ്പറാണ്. ചെറിയൊരു അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വിട്ട് കളയണം. അതുപോലെ നിങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നത് പോലീസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഒരു കിഡിലെന്ന് വെച്ചാൽ വളരെ കിഡിലായിട്ടുള്ളൊരു കിഡിലൻ ഗെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഗെയിമിൻ്റെ പേരാണ്, അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഗെയിമിൻ്റെ പേരാണ് സ്പെഷ്യൽ ഫോഴ്സസ് ഗ്രൂപ്പ് 2 എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഇതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ഓഫ്ലൈനായിട്ട് മിനി ഇംഗ്ലീഷൊക്കെ കളിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്ലി ഓഫ്ലൈനായിട്ട് വരുന്ന ഒരു കിഡിലെ FPS ഷൂട്ടിംഗ് ഗെയിം തന്നെയാണ്. ഞാൻ 2G റാം ഇഷ്ടം പോലെ കളിച്ചിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. ഞാൻ ഈ ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള എല്ലാ ഗെയിംസും ലോ ആൻഡ് ഡിവൈസിലും മീഡിയം ആൻഡ് ഡിവൈസിലും ഹൈ ഡിവൈസിലും നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഒരു കിഡിലൻ ഗെയിം തന്നെയാണ്. സ്പെഷ്യൽ ഫോഴ്സസ് ഗ്രൂപ്പ് 2ൻ്റെ സ്പെഷ്യൽ ഫോഴ്സസ് ഗ്രൂപ്പ് 3യുടെ ഗെയിം പ്ലേ ആയിട്ടുണ്ട്. സ്പെഷ്യൽ ഫോഴ്സസ് ഗ്രൂപ്പ് 3 പക്ഷേ നമുക്ക് ഹൈ ഡിവൈസെങ്കിലും മീഡിയം ആൻഡ് ഡിവൈസെങ്കിലും മിനിമം വേണം. അപ്പോൾ ഗൈസ് നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും ടോപ്പ് 3 ഗെയിംസ് ആയിട്ട് വരും. അതുപോലെ ഞാൻ ഒരു മൊബൈൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്താലും ഞാൻ നിങ്ങളെ ഒന്നും എതിർക്കാൻ പോകുന്നില്ല. അപ്പം ഓക്കെ, അപ്പം ഞാൻ എന്തായാലും പുതിയൊരു മൊബൈൽ എടുക്കും. അതിനുശേഷം നിങ്ങൾ പറയുന്ന എല്ലാ ഗെയിംസിൻ്റെയും ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുന്നു. സോ ടാറ്റ ഗൈസ്.